ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0 +2 ഇംഗ്ലീഷ് എക്സാമിനെ നിങ്ങൾ ഷുവറായിട്ട് പഠിക്കേണ്ട 8 മാർക്കിൻ്റെ കുറച്ച് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 8 മാർക്കിന് നിങ്ങൾക്ക് എപ്പോഴും 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വരും. 3 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ട് അതിൽ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എബൌട്ട് 60 മാർക്സ് ആണുള്ളത്. അത് ഏത് ലെവലിൽ എഴുതിയാലും ഒരു 7 മാർക്ക്, ഒരു 6.5 മാർക്കൊക്കെ എല്ലാ ടീച്ചേഴ്സും തരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഫോർമാറ്റുകൾ, അതിലേതാണ് കണ്ടൻറ്റുകൾ, നിങ്ങളുടെ ഒരു ഓൺ വേർഡ്സിൽ കുറച്ചൊരു കണ്ടൻറ്റും പോലെ, അതായത് കുറച്ച് ക്വാണ്ടിറ്റിയും വേണം കേട്ടോ. അപ്പോൾ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയും എബൌട്ട് 2 പേജസിൻ്റെ എബവ് എഴുതണം. 2 പേജ് എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഈ സൈഡ് ഇപ്പോൾ ഒരു പേജ് ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം, ഇപ്പുറത്തൊരു പേജും കംപ്ലീറ്റ് ചെയ്യണം. അതാണ് പറയുന്നത് 2 സൈഡ്സ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനും മുകളിലാവണം. 2.5 പേജസ് എങ്കിലും എഴുതിയാലാണ് നമുക്ക് 8 മാർക്ക് കിട്ടാം. അതിപ്പോൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് പോയം, കമ്പാരിസൺ ഓഫ് പോയം, ഏതാണെങ്കിലും നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ബേസ് അതിലുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരിക്കലും നിങ്ങളൊരു പ്രശ്നമാവാൻ പാടില്ല. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നന്നായി അറിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാം, അതിനുശേഷം 6 മാർക്ക് എഴുതാം, അങ്ങനെ ഓർഡറിൽ വരിക. പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ 5 തന്നു വെച്ചെങ്കിൽ അതിൽ 3 4 എഴുതാൻ പറഞ്ഞാൽ അത്ര എഴുതിയാൽ മതി. അത് കുറേ കുട്ടികൾ അത് ശ്രദ്ധിച്ച് വായിക്കാതെ 5 എഴുതിയിട്ട് ടൈം കളയാറുണ്ട്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിൽ എത്ര പോർഷൻസ് ഉണ്ട് അത് മാത്രം നമ്മൾ എക്സാമിന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് 8 മാർക്കിന് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം കേട്ടോ. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എഡ്യൂവാലറ്റ് എന്ന് പറഞ്ഞ ചാനലും എഡ്യൂവാലറ്റ് 2.0 സയൻസ് ബാച്ചും ഉണ്ട്. നമ്മൾ കൊമേഴ്സ് ബാച്ചാണ്. കൊമേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. കാരണം എക്സാമിൻ്റെ തലേദിവസമൊക്കെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും എടുത്ത് കാണാം. നോട്ട്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നോക്കുമ്പോൾ മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യത്തേത് ഫസ്റ്റത്തെ 8 മാർക്കിൻ്റെ ഷുവർ എന്ന് പറയുന്നത് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ. ഇത് ഷുവർ എന്ന് പറയാൻ കാരണം മോഡൽ എക്സാമിന് നമുക്ക് ചോദിച്ചിരുന്നു. മോഡൽ എക്സാമിന് ഒരു വലിയൊരു ആഡ് തന്നിട്ട് ആ ആഡ് വെച്ചൊരു ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേ നമുക്ക് തന്നിരുന്നു. അപ്പോൾ ഏത് പോസ്റ്റിൽ കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അപ്ലിക്കേഷൻ ലെറ്ററാണ് മിസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഏത് ജോബ്, ഇപ്പോൾ ജനറൽ മാനേജർ, ടീച്ചിങ്, അല്ലെങ്കിൽ ഏതും ആയിക്കോട്ടെ, അക്കൗണ്ടൻറ്റ്, ഡോക്ടർ, ഏതാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെസ്യൂമേ മോഡൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്തത് ബോക്സിൽ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ എഴുതി കഴിഞ്ഞതിന് ശേഷം മിസ് ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരച്ചത്. സോ അതുകൊണ്ട് എന്താണ് കണ്ട വളഞ്ഞിട്ടൊക്കെ പോയിരിക്കുക. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്നുകിൽ ഫുൾ ലെങ്ത് കംപ്ലീറ്റ് വരയ്ക്കുക, എന്നിട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, മാർജിൻ ലെങ്ത് ഒക്കെ വിട്ടാൽ അപ്പോൾ നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജോബ് അപ്ലിക്കേഷനാണ്. ഇത് അപ്ലിക്കേഷനാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്, ജോബ് അപ്ലിക്കേഷൻ. 8 മാർക്കിന് പോകാനുള്ള ചാൻസ് എന്താണെന്നറിയോ? ഈ അപ്ലിക്കേഷൻ ഇതിനൊരു 4 മാർക്ക്, വിത്ത് റെസ്യൂം ഇതിനൊരു 4 മാർക്ക്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രം അഡ്രസ്സ് ചെയ്താൽ, ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഏതെങ്കിലും, ഇപ്പോൾ ആരുടെ പേര് വേണം നിങ്ങൾക്ക് എഴുതാട്ടെ. അപ്പോൾ നിങ്ങളുടെ നെയിം എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു അഡ്രസ്സ് ABC ലിമിറ്റഡാ ഏതെങ്കിലും നിങ്ങളൊരു അഡ്രസ്സ് എഴുതാം, ഫ്രം അഡ്രസ്സ്. ടു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഗിവൺ ചെയ്തത് വേണം ടു അഡ്രസ്സ് എഴുതാനായിട്ട്. അതായത് ജനറൽ മാനേജർ, ഇപ്പോൾ സമ്മാൻ ഫൗണ്ടേഷനാണ് എല്ലാവരും പഠിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ, ബോംബെ എന്നിട്ട് പിൻകോഡുകളും വിത്ത് പിൻകോഡ് എല്ലാം കംപ്ലീറ്റ് ഗിവൺ അഡ്രസ്സ് ഇവിടെ എഴുതാം. ഇനി ഗിവൺ അഡ്രസ്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇപ്പോൾ മാനേജറൊക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിരിക്കും, കമ്പനി ആയിരിക്കും. അപ്പോൾ ഒന്നും പറ്റില്ലെങ്കിൽ ABC ലിമിറ്റഡ്, കേരള, തൃശ്ശൂരോ അല്ലെങ്കിൽ കർണാടകയോ ഏതെങ്കിലും ഒരു സ്ഥലം എഴുതിയിട്ട് പിൻകോഡ് നമ്പർ അടിക്കാം. ഡേറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കറണ്ട് ഡേറ്റ് എത്താലും പ്രശ്നമൊന്നുമില്ല, കറണ്ട് ഡേറ്റ്. പിന്നെ DS സല്യൂട്ടേഷൻ കൊടുക്കുക. സബ്ജക്റ്റ് ഇതും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും, എന്താണ് പോസ്റ്റിലുള്ളത് എന്ന്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, ഫോർ ദ പോസ്റ്റ് ഓഫ് ജനറൽ മാനേജർ ആണെങ്കിൽ അത്, ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അത്, അസിസ്റ്റൻറ്റ് ക്ലർക്ക് ആണെങ്കിൽ അത്, അസിസ്റ്റൻറ്റ് ഡോക്ടർ ആണെങ്കിൽ അത്, ലോയർ ആണെങ്കിൽ അതൊക്കെ നമ്മളവിടെ എഴുതാം, ഫോർ ദ പോസ്റ്റ് ഓഫ്. അപ്പോൾ പഠിക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, കണ്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നതാണ്
ദിസ് ഹാസ് എ റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് അപ്പിയറിംഗ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ് ഓൺ വേണ്ടി നമ്മളൊരു ഡേറ്റ് കൊടുക്കുക. അതായത് ഈ റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ആഡ് പ്രകാരമാണ്. കാണാപാഠം പഠിക്കാം. ദിസ് ഹാസ് എ റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് അപ്പിയറിംഗ് ദ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. ദെൻ ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഇതൊരു പാരഗ്രാഫ് പോലെ എഴുതാം. എന്നിട്ട് പിന്നെ കുറച്ച് സ്പേസ് വിട്ട് ഐ ആം ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് എഴുതുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയ കാരണം ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ BCom എന്ന് എഴുതാം, അല്ലെങ്കിൽ MCom എന്ന് എഴുതാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സസ് എന്ന് എഴുതാം. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ MBBS എഴുതാം. ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഐ ആം post graduated in English. I have qualified national eligibility test as well. I have an ample teaching experience of 5 years. അതായത് അധികം അങ്ങോട്ട് വലിച്ചു വാരി എഴുതരുത്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഞാൻ ഇന്നതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഐ ആം ക്വാളിഫൈഡ് ദിസ് എക്സാം ഓൾസോ ആൻഡ് ഐ ഹാവ് എൻ ആംപിൾ എക്സ്പീരിയൻസ്. ഇപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ആവാം, ഏതാണെങ്കിലും ഐ ഹാവ് എൻ ആംപിൾ എക്സ്പീരിയൻസ് ഓഫ് 5 years, 5 yearsോ 10 yearsോ അതിനൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ഒരു പാരഗ്രാഫ്, ഇഫ് യു സെലക്ട് മീ ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് സ്കൂൾ ആയാലും ഏതായാലും എനിക്ക് സെൻറ്റൻസ് അവിടെ ഏതാ ലാസ്റ്റ്. ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂമേ വിത്ത് ഇറ്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു സൂൺ ആസ് ഡിസ്കസ് ഫർദർ മാറ്റർ സിൻസിയർലി സിഗ്നേച്ചർ നെയിം. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പണം പഠിക്കാം. അത് ഏത് പോസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇഫ് യു സെലക്ട് മീ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എങ്ങനെ ഒരു പകുതി മാർക്ക്, ഹാഫ് മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 8 മാർക്കിൻ്റെ ആണെങ്കിൽ 4 മാർക്ക് കിട്ടും, 6 മാർക്കിൻ്റെ ആണെങ്കിൽ 3 മാർക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ വിത്ത് റെസ്യൂമേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റെസ്യൂമേ ഹെഡിങ് കൊടുത്ത് ഇവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്ന പോലെ വയ്ക്കുക. നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി അത് ഇങ്ങനെ എഴുതരുത്. ഇപ്പം നെയിം എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ആകാശ് ലിമിറ്റ്, ആകാശ്. അഡ്രസ്സ് ഏതെങ്കിൽ ABC ഹൗസ്. ഫോൺ നമ്പർ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന നമ്പർ അവിടെ എഴുതി, 10 നമ്പർ എഴുതാം. ഇമെയിൽ ഐ ഡി ഇഷ്ടമുള്ളത് ആകാശ് 216@gmail.com ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി എഴുതി. ഒബ്ജക്റ്റീവ് ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പാടാൻ പഠിക്കുക. ഒരു ഒബ്ജക്റ്റീവ് എല്ലാത്തിലും ഉണ്ടാവുക. എന്താണ്? എയിം അറ്റ് കോൺട്രിബ്യൂട്ട് ഡെവലപ്പിംഗ് സിറ്റിസൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. അതായത് ജസ്റ്റ് കോമ ഇട്ടിട്ട് PG MG എന്ന് എഴുതിയത് PG ഇൻ എവിടെയാണ്, അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പോൾ PG ഇൻ ഇംഗ്ലീഷ് ഫ്രം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഫ്രം ABC ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ABC യൂണിവേഴ്സിറ്റി ഇൻ 2000 വിത്ത് 75%, അതായത് 75% കൂടി PG ഇന്ന സ്ഥലത്ത് നിന്ന് പാസ്സായി. BA ഇൻ ഇംഗ്ലീഷ് ഫ്രം ABC യൂണിവേഴ്സിറ്റി വിത്ത് 85%, HSC ഫ്രം ABC സ്കൂൾ വിത്ത് 99%, SLC ഫ്രം ABC സ്കൂൾ വിത്ത് 89%. അപ്പോൾ ഈ പെർസെൻറ്റേജുകൾ ഫ്രം അതുപോലെ എവിടുന്ന് പാസ്സായി അത് നമ്മൾ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചെയ്താൽ. ദെൻ എക്സ്പീരിയൻസ്, വളരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളത് എക്സ്പീരിയൻസ് കാണിക്കണം. 2 years ഓഫ് എക്സ്പീരിയൻസ് ആസ് ഇംഗ്ലീഷ് ലെക്ചർ ഇൻ XYZ ലിമിറ്റഡ്, 3 years ഓഫ് വർക്കിംഗ് അക്കൗണ്ടൻറ്റ്. ഇപ്പം അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതാം, അക്കൗണ്ടിങ് അറ്റ് XYZ ലിമിറ്റഡ്. ഇഷ്ടമുള്ള ഒരു കമ്പനി നെയിം കൊടുക്കാം. ആക്ടിവിറ്റീസ്, സ്കിൽസ്, ലാംഗ്വേജ് നോൺ, അച്ചീവ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ആക്ടിവിറ്റീസ് എന്തെങ്കിലും അതർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്, പാർട്ട് ടൈം ജോബ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആക്ടിവിറ്റി. സ്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ബോൺ സ്കില്ലുകൾ, അതായത് ജനിക്കുമ്പോഴേ ഉള്ള സ്കില്ലുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതവിടെ എഴുതാം. ലാംഗ്വേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇപ്പം ഞാൻ അറബിക്കൊക്കെ വേണമെങ്കിൽ അതൊക്കെ എഴുതാം. അറബിക്ക്, ഏതെങ്കിലും സ്പാനിഷ്, ഏത് വേണം നിങ്ങൾക്ക് എഴുതാം. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവാർഡ് ഇൻ ഡിസ്ട്രിക്ട് എന്താ പറയുക ലേണിംഗ് സ്കില്ലോ ഏതെങ്കിലും രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 എണ്ണം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താല്പര്യം എന്തിനോടാണ്, അപ്പോൾ കൂടുതൽ താല്പര്യം മേ ബി ലേണിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ അക്വയറിങ് നോളജ് അബൌട്ട് ടീച്ചിങ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ചെയ്താൽ. അതിനുശേഷം ഹോബീസ് ഏതാ, ഇൻട്രസ്റ്റ് അല്ലാതെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഗാർഡനിങ് ആവാം, ഗാർഡനിങ്ങോ കുക്കിങ്ങോ ഇതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഹോബീസ് ഏതാ. ലാസ്റ്റ് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് ഡിക്ലറേഷൻ. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ എബവ് ആർ ട്രൂ ആൻഡ് ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ സിഗ്നേച്ചർ കൊടുക്കണവർക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടെ അവിടെ സിഗ്നേച്ചർ കൊടുത്താൽ പിന്നെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ കൊടുത്തില്ലെങ്കിൽ ഇവിടെ കൊടുക്കണം. എന്തായാലും ഒരു ആപ്ലിക്കേഷൻ റെസിപ്റ്റിൽ നിങ്ങളുടെ സൈൻ നിർബന്ധമാണ്.
സോ ഐ ഹാവ് ബിൻ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി എഴുതിയിട്ട് അവസാനിപ്പിക്കാം. 8 മാർക്കാണ് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചത്. നിങ്ങൾ 8 മാർക്ക് കളയണ്ട. പാസ്സാവാൻ ബുദ്ധിമുട്ടുന്നവരെ അല്ലെങ്കിൽ ഡബിൾ പാസ് കിട്ടുന്നവരൊക്കെ അത് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് എസ് എ റൈറ്റിംഗ്. എസ് എ റൈറ്റിംഗ് ചോദിക്കാൻ എസ് എ, ആർട്ടിക്കിള്, സ്പീച്ച് ഇതെല്ലാം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നമ്മളിത് ഇപ്പോൾ മിസ് ഇപ്പോൾ ഒരു PDF വെച്ച് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫോർ എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. എസ് എ റൈറ്റിംഗ്, ആർട്ടിക്കിൾസ് ഏതിനൊക്കെയെന്ന് വെച്ചാൽ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. സമ്മാൻ ഫൗണ്ടേഷനും ദിദ്യൊക്കെ വെച്ചിട്ട് നമുക്ക്, അതായത് ആകാംക്ഷ ഫൗണ്ടേഷൻ, സമ്മാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഇർഫാൻ ആലത്തിനൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാം. ദിദീനെയും കമ്പയർ ചെയ്യാം, ഷഹീൻ മിസ്ട്രീനൊക്കെ പറഞ്ഞിട്ട് വേണം ഇമ്പോർട്ടൻസ് എഴുതാം. സ്പേസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിൽ വുമൻ്റെ സ്റ്റാൻസ് എങ്ങനെയാണ്, അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. ദെൻ നീഡ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഗേൾസിന് എന്തെങ്കിലും എഡ്യൂക്കേഷൻ നടത്തണം. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രഗ്സിൻ്റെ യൂസ്. ദെൻ വുമൺ എൻ്റർപ്രനർഷിപ്പ്, ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടും ഒരു ടോപ്പിക് എക്സ്പെക്റ്റ് ചെയ്യാം. വാങ്കാരി മേത്തായുടെ ആ ഒരു നോബൽ പ്രൈസിൻ്റെ സമയത്തുള്ള സ്പീച്ച് വെച്ചിട്ട് എൻവയോൺമെൻറ്റും വുമൺസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ പോയം കമ്പാരിസൺ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് പോയം കമ്പയർ ചെയ്യാൻ കൂടാതെ ഒറ്റയ്ക്ക് പുറത്തുനിന്നുള്ളൊരു പോയം തന്നാലും നമുക്ക് എഴുതാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ പോയം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ 3 പാരഗ്രാഫായിട്ട് എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫ് ഔട്ട്സൈഡ് പോയം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന പോയാണ്. അതിലിപ്പോൾ ഒരു ആളെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഫേമസ് ആൻഡ് ബ്യൂട്ടിഫുൾ പോയം എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഇനി ഈ ബ്യൂട്ടിഫുൾ പോയം ബൈ എന്ന് പറഞ്ഞിട്ട് പോയറ്റിൻ്റെ പേര് തന്നതിൽ അൺവൺ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതണം. അതായത് നമുക്ക് പേരറിയാത്ത വ്യക്തിയുടെ ഒരു നല്ല ഫേമസ് ആയ ഒരു പോയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഒരു പാരഗ്രാഫ് ആ പോയത്തിന് കൊടുത്ത് സെക്കൻഡ് പാരഗ്രാഫ് നമുക്കറിയുന്ന എനി വുമണോ, അതല്ലെങ്കിൽ ഇപ്പോൾ റൈസോ, സ്റ്റാമറോ, മെൻഡിങ് വോളോ, 4 പോയം, ഈ 4 പോയം വെച്ചിട്ടാണ് നമുക്ക് കമ്പാരിസൺ വരാറ്. തേർഡിലെ പാരഗ്രാഫിൽ കമ്പയർ ആണ്. കമ്പയർ എന്ന് വെച്ചാൽ 2 poems ആർ ഇൻ സെയിം തീം, അല്ലെങ്കിൽ സെയിം തീം ആണെങ്കിൽ സെയിം തീം, പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. ബോത്ത് ആർ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം, സിമ്പിൾ ലാംഗ്വേജസ്, ഈസിലി അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി നിങ്ങളുടെ ഒരു അഭിപ്രായം, ഐ സ്റ്റഡി അല്ലെങ്കിൽ ഐ പ്രിഫർ ദിസ് പോയം ദാൻ മച്ച്, അതായത് എനിക്ക് ഈ പോയാണ് എങ്കിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതായത് നമ്മൾ പഠിച്ച പോയത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ട് ആ പോയാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക കമ്പാരിസണിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എസ് എ റൈറ്റിങ്ങിൻ്റെ ഒക്കെ ടോപ്പിക്കുകൾ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞ 8 മാർക്കിൽ ഒരെണ്ണമായിരുന്നു പോയം ഫ്രം ഔട്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ. അത് നമ്മളിങ്ങനെ ഫസ്റ്റിൽ എഴുതേണ്ടത് ഡാഷ് ഇസ് എ വണ്ടർഫുൾ പോയം ബൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാളെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എൻ അൺറൺ റൈറ്ററിന് എഴുതാം. ദ തീം ഓഫ് ദ പോയം ഈസ് വെൽ എക്സ്പ്രസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് വിത്ത് അലിട്രേഷൻ റൈംസ് ആൻഡ് ഇമേജസ്. ദ പോയിറ്റ് എക്സ്പ്രസ് his thoughts beautifully using simple and common words and images. ഇതൊക്കെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. It effectively display the theme of dash, compare the nature to dash. അതായത് ഏതാണ് തീം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായ അതവിടെ ചെയ്താൽ. Then which is brilliant, colorful, giving the reader great visual with words. In the opening lines, if the first stanza is the poet tell us എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പണിങ്ങിൽ നിങ്ങൾക്ക് എന്താണോ വായിച്ച് മനസ്സിലായത് അതവിടെ ചെയ്താൽ. Excellent use of words to create images and soft in the poem efficiently appeal to our eyes and ears. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതി ഉണ്ടാക്കി എഴുതാൻ പറ്റാത്തവർക്ക് പറ്റിയ നല്ല സെൻറ്റൻസുകളാണ്, സൂപ്പർ സെൻറ്റൻസുകളാണ്. ദർ മെനി എക്സാമ്പിൾ ഓഫ് എലിട്രേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ അത് എഴുതാം, പേഴ്സോണിഫിക്കേഷൻ എടുത്ത് എഴുതാം, അതുപോലെ തന്നെ മെറ്റഫേഴ്സ് എടുത്ത് എഴുതാം. എന്നിട്ട് ലാസ്റ്റ് ഇത് നിങ്ങളൊന്ന് നോക്കുക, സം ഓഫ് ദ ലൈൻസ് ദാറ്റ് ഹാവ് ക്യാപ്ചേർഡ് മൈ അറ്റൻഷൻ. അതായത് ഈ പറഞ്ഞുകളിൽ ഏതെങ്കിലും 4 ലൈൻസ് എടുത്തിട്ട് ഈ ലൈനുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ആയത്, എൻ്റെ മൈൻഡിനെ നല്ല രീതിയിൽ നോക്കിയത്. Thus all the images and devices used by the poet provide a lot of clarity of the reader to realize the message to the poem. In my opinion, the poet succeed in making the poem. അതായത് പോയം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിട്ട് അപ്പോൾ കമ്പാരിസൺ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഏതാ സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് എസ് എ റൈറ്റിംഗ്, ആർട്ടിക്കിൾസ്, റിവ്യൂ,
അതല്ലെങ്കിൽ സ്പീച്ചിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് നമ്മൾ പറഞ്ഞു സമ്മാൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഷഹീൻ മിനിസ്റ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് വെരി എന്താ പറയുക അറ്റാച്ചിങ് ടോപ്പിക് ഓൺ യൂത്ത് എന്ന് പറഞ്ഞിട്ട് ഐ ഡു എഗ്രി വിത്ത് ഇറ്റ് ഇർഫാൻ ആലം, അതായത് ഇർഫാൻ ആലത്തിനെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈസ് ഡൂയിങ് എ ചലഞ്ചിങ് ടാസ്ക്. He is a leader with vision and passion. He has been doing a lot to organize the rickshaw pullers in India. His bold and unique intervention made a difference. He founded Samman Foundation in 2007. As its name suggests, the organization gave dignity to rickshaw pullers. Samman implemented innovation to increase the income of the rickshaw pullers. Samman rickshaws are redesigned to get more space for display in advertisement. അങ്ങനെ റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇർഫാൻ ആലം എന്താണ് ഒബാമയുടെ കോംപ്ലിമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ, അതായത് അദ്ദേഹത്തിനോട് ഒബാമ പറഞ്ഞ സെൻറ്റൻസ് ആണ്. അപ്പോൾ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നീഡ് ഓഫ് ദ ഹവർ, ഇറ്റ് കമ്പൈൻസ് ബിസിനസ് ആൻഡ് സോഷ്യൽ സർവീസ്, ഹെൽപ്പ് സർട്ടൻ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, ഇറ്റ് ടാർഗറ്റ് ദ ബോട്ടം പിരമിഡ് ഓഫ് ദി സൊസൈറ്റി, ദസ് ഇറ്റ് എൻഷുർ ദ സോഷ്യൽ അപ്ലിഫ്റ്റ് ആൻഡ് അഡ്രസ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി. അതായത് പിന്നീട് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് സൊസൈറ്റിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ബിസിനസ് മൈൻഡ് മാത്രമല്ല, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ഒരു മൈൻഡ് അവിടെ കിടക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ടാക്കിൾസ് ദ ഇഷ്യൂസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. സോഷ്യൽ എന്റർപ്രണർ ആസ് ഇർഫാൻ ആലം സെഡ് ദാറ്റ് ഐഡന്റിഫൈ ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്ട് ആൻഡ് കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഇറ്റ് ആൻ എന്റർപ്രൈസ്. ഹീ ഡ്രീം ബിഗ് and takes calculated risk to achieve his dream. The scope and importance of social entrepreneurship is increasing in countries like India year by year. It is a noble asset blend business, social service, creativity, innovation to bring positive changes in society. അതായത് സൊസൈറ്റിയുടെ പോസിറ്റീവ്സിന് വേണ്ടിയിട്ട് ബിസിനസ്സും സോഷ്യൽ സർവീസസും ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷൻസും എല്ലാം കൂടി ബ്ലൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റർപ്രണർഷിപ്പ് എങ്ങനെയാണ് സോഷ്യൽ സെറ്റപ്പിന് നല്ലതാണ്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഏരിയയാണ് എന്ത് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതണം. കൂടുതലും നിങ്ങൾ ഇർഫാൻ ആലത്തിനെ സ്പെസിഫൈ ചെയ്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, എ റൈറ്റപ്പ് ഡിസ്കസിങ് സ്പേസ് ഓഫ് വുമൺ ഇൻ ഫാമിലി. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എസ് എ റൈറ്റിങ്ങോ റൈറ്റപ്പോ റിവ്യൂ എന്ത് വന്നാലും എഴുതാൻ പറ്റുന്നതാണ്. സ്പേസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിലെ വുമണിൻ്റെ സ്പേസ് എങ്ങനെയാണ്. The women are the lamps of the family. It is impossible to imagine a family without a woman. Although we say the man is the lord of the family, in most homes things are decided by the woman. They decide what to cook and what the members of the family should eat. They not only deliver children but look after them and bringing them back in the right way. എന്താ പറയുന്നത്, ഫാമിലിയിലെ വലിയ ആൾ വുമൻസ് ആണ്. എന്തുണ്ടാക്കണം, ബാക്കിയുള്ളവർ എന്ത് ഭക്ഷിക്കണം എന്ന് വരെ തീരുമാനിക്കുന്നത് വുമൻസ് ആണ്. They do all the household chores. They also give a lot of love to their husband, children. Men are often rash but women are compassionate and generous. അല്ലേ, വുമൻസിനേക്കാൾ മെൻസ് എന്ന് പറയുന്നത് ഒന്നും കൂടി റഷാണ്. അവരെ പൈസ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക വുമൻസ് തന്നെയാണ്. പീപ്പിൾ ആർ സോ അറ്റാച്ച്ഡ് ടു ദിയർ മദേഴ്സ് ദാറ്റ് ഓഫൺ വെൻ ഫേസിങ് ട്രബിൾസ് ദ വേർഡ് comes the lips in the mother. It is said that God created mother because of good, not everyone at the same time. അല്ലെ, വുമൻസിനെ സൊസൈറ്റി ഫാമിലി ലൈഫിൽ, അതായത് ഫാമിലിയിലുള്ള സ്പേസ് ആണ് പറയുന്നത്. ഓക്കെ, സ്പേസ് ഓഫ് വുമൺ ഇൻ ഫാമിലി. ഇനി ഇത് വെച്ചിട്ട് ഫാമിലിയിൽ ഇങ്ങനെയാണെങ്കിലും സൊസൈറ്റിയിലെ വുമൻസിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഫാമിലിത്തെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ നേരെ കോൺട്രാസ്റ്റ് ആണ് ഇൻ സോഷ്യൽ വ്യൂവിലെ വുമൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ദെൻ പിന്നീട് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് നമുക്ക് ഗേൾസിനെ എന്തിനാണ് പഠിപ്പിക്കുന്നത്, അങ്ങനൊരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് എഴുതാൻ കിട്ടണം. ഈ ഒരു വീഡിയോ നിങ്ങളിത് കേൾക്കാം. The girl child is ignored species in our male-dominated society, which still practices gender base. അല്ലെ, ഗേൾസിന് മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ജെൻഡർ സ്പേസ് വെച്ചിട്ട്. There is an apparent discrimination in the upbringing and education of the girls in rural areas.
മിഡിൽ ക്ലാസ്സസ് ആൻഡ് ദ ലോവർ ക്ലാസ്സസ് ഓഫ് ദ സൊസൈറ്റി. നമുക്കറിയാം റൂറൽ ഏരിയ, മിഡിൽ ക്ലാസ് ഫാമിലീസ്, അതുപോലെ ലോവർ ക്ലാസ് ഫാമിലീസിലൊക്കെ ഇപ്പോഴും എന്താണ് നമ്മുടെ വുമൻസിനെ അല്ലെങ്കിൽ ഗേൾസിനെ പഠിപ്പിക്കേണ്ടത് വളരെയധികം ബാക്കാണ്. ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇസ് റെലിഗേറ്റഡ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓൾ ദ ഫാമിലി ഫണ്ട്സ് ആർ റിസോഴ്സസ് ആർ ലാവിഷ്ഡ് ഓൺ ദ അപ്ബ്രിങ്ങിങ് ഓഫ് സൺസ്. അല്ലേ, അതായത് ലാവിഷ് ആയിട്ട് ചെലവാക്കുന്നത് മകൻ്റെ പഠിത്തത്തിനാണെന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ പഠിത്തത്തിനാണ് അവർ ലാവിഷായിട്ട് ചെലവാക്കുക. ദ മയോപിക് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് ഫോർഗെറ്റ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഗേൾസ്. അല്ലേ, കുറച്ച് എന്താ പറയുക, ചില പാരൻസ് ഉണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ആൺമക്കൾക്ക് നന്നായിട്ട് പഠിപ്പിക്കുകയും പെൺമക്കളെ ഒന്ന് ബാക്കിലാക്കും. കാരണം എന്താ, അവർക്ക് കല്യാണം കഴിഞ്ഞ് പോയാൽ നമുക്കത് യൂസ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. പണ്ടത്തെ ആൾക്കാർ എന്തിനാ അവരെ പഠിപ്പിക്കുന്നത്, അവർ വീട്ടിലിരുന്നാൽ പോരെ, വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടവരല്ലേ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കില്ല. ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് വി എഡ്യൂക്കേറ്റ് എ പേഴ്സൺ. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ വി എഡ്യൂക്കേറ്റ് എ ഫാമിലി. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതുപോലത്തെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം. നമ്മൾ ഒരു ആൺകുട്ടിയെയാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഒരു പേഴ്സണെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് നമ്മളൊരു വുമൻസിനെ അല്ലെങ്കിൽ ഗേൾസിനെ പഠിപ്പിക്കുന്നതെങ്കിൽ എഡ്യൂക്കേറ്റ് എ ഫാമിലി, ആക്ട് ആസ് എ ബ്രിഡ്ജസ് ബിറ്റ്വീൻ ടു ഫാമിലി. അല്ലേ, ഇപ്പോൾ സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ ആ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ഓൺ ഫാമിലിയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവാം, ഹസ്ബൻഡ് ഫാമിലിയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രണ്ട് ഫാമിലിയുടെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ വുമൻസ് എന്ന് പറയുന്നത്. അതായത് ബോയ്സിൻ്റെ പോലെയല്ല, ബോയ്സ് മാക്സിമം അവരുടെ ഓൺ ഫാമിലിനെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ കല്യാണം കഴിച്ചു ഭാര്യയുടെ ഫാമിലിനെയും കൂടി ടേക്ക് കെയർ ചെയ്യണം എന്ന് ചിന്തയുള്ള ബോയ്സ് 90% കുറവായിരിക്കും. പക്ഷെ ഗേൾസ് അങ്ങനെയാണോ, സ്വന്തം ഫാമിലി ആൻഡ് നമ്മുടെ ഹസ്ബൻഡ് ഫാമിലി എല്ലാം ടേക്ക് കെയർ ചെയ്യണം. An educated girl can become independent, self-sufficient. She can contribute to the welfare of family and society. Rise in the standard of living possible when women supplement incomes of the males. അല്ലേ, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛൻ മാത്രമല്ല അമ്മയും കൂടി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാം. ഒരാൾ ഒരു ഭാഗം നോക്കി മറ്റാൾ മറ്റേ ഭാഗം നോക്കി നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇൻക്രീസ് ആണ് വരാം. നാഷണൽ ഡെവലപ്മെന്റ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് ദ വോൾ-ഹാർട്ടഡ് കോൺട്രിബ്യൂഷൻ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. വുമന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി സക്സസ് ആയ ആ നാടും അതുപോലെ നാഷണൽ ഡെവലപ്മെന്റും എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. വി ഹാവ് സീൻ ദ ഫീറ്റ് ഓഫ് സം ഓഫ് ദ പോളിസീസ് ആൻഡ് സ്കീംസ് സച്ച് ആസ് അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി പ്ലാനിങ് ഫോർസ്റ്റഡ് ഫ്രം എബവ്. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഫാമിലികളിലൊന്നും ഒക്കെ അല്ല. ദേ ഹാവ് ഫെയിൽഡ് മിസറബിളി ബിക്കോസ് വുമൺ വർ നോട്ട് ഇൻവോൾവ് ഇൻ ദം wholeheartedly. അതായത് എല്ലാ വുമൺസും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മെന്റലി ആൻഡ് ഡിപ്രസ് ആവും. പിന്നെ അവരെ ഫുൾ ഇൻവോൾവ്മെന്റ് കൊടുക്കില്ല അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും. അപ്പോൾ ആ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വിമർബിളി ബിക്കോസ് വുമൺ വർ നോട്ട് ഇൻവോൾവ് ഇൻ ദം wholeheartedly. അതായത് എല്ലാ വുമൺസും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മെന്റലി ആൻഡ് ഡിപ്രസ് ആവും. പിന്നെ അവരെ ഫുൾ ഇൻവോൾവ്മെന്റ് കൊടുക്കില്ല അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും. അപ്പോൾ ആ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വി മസ്റ്റ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഇഫ് യു വാണ്ട് അവർ നേഷൻ ടു പ്രോഗ്രസ്. വാച്ച് ഡെവലപ്പ് കൺട്രീസ് ഇൻ ഓൾ സ്ഫിയേഴ്സ്. അതായത് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ നമ്മളെ ഗേൾസിന്, ഇപ്പം നമ്മുടെ മക്കൾക്ക്, ഇപ്പം നമുക്ക് കിട്ടിയില്ല എങ്കിൽ പോലും നമ്മുടെ ഗേൾ ചൈൽഡുകളൊക്കെ വരുമ്പോൾ അവർക്ക് മസ്റ്റായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ദെൻ നമുക്ക് പിന്നത്തെ ടോപ്പിക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. മിസ് പറഞ്ഞു ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതിൽ ദ പ്രോബ്ലം ഓഫ് ഡ്രഗ് അബ്യൂസ് ഹാസ് ബിക്കം എ സീരിയസ് മീൻസ് ത്രെറ്റൻ ദ ഫ്യൂച്ചർ ആൻഡ് ഈവൻ ദ ലൈഫ് ഓഫ് ദ യൂത്ത്. അല്ലെ, നമുക്കിപ്പോൾ കറണ്ട് സിനാരിയോയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ന്യൂസൊക്കെ അറിയാം അല്ലേ, അഫാൻ എന്ന് പറഞ്ഞ ഒരാൾ എന്താ യൂത്താണ്, എബൌട്ട് 23 years ഓൾഡ് ഒരാളാണ് ഒരു നമ്പർ ഓഫ് ആൾക്കാരെ സ്വന്തം ഫാമിലിയിൽ സ്വന്തം ഉമ്മ അതുപോലെ തന്നെ അനിയനൊക്കെ കൊന്നു നിൽക്കുന്നത് അല്ലേ. ശരിക്കും അവരുടെ ഡ്രഗ്സ് യൂസ് ചെയ്ത് ഇപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് യൂസ് ചെയ്ത് അവരുടെ മൈൻഡൊക്കെ എന്താണ് ഒരു സിമ്പത്തി അല്ലെങ്കിൽ സ്വന്തം ഫാമിലി ആരാണ്, ഇവരെൻ്റെ ബ്ലഡ് റിലേഷൻ ആണെന്ന് പോലും ചിന്തിക്കാതെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് നിൽക്കുന്നിടത്തോളം കാലം ഈ ഡ്രഗ്സിൻ്റെ ഒരു അവയർനെസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ദെൻ
എസ്പെഷ്യലി ദ സ്കൂൾ കൊളീഗ് യൂത്ത് ഗോയിങ് ദ ഏജ് ഗ്രൂപ്പ്, അതായത് സ്കൂൾ ആൻഡ് യൂത്ത് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഇതിന് കൂടുതലും അഡിക്ഷൻ ആവുന്നത്. ദിസ് ഏജ് ഗ്രൂപ്പ് ഈസ് മോർ വൾണറബിൾ ഡ്രഗ് അബ്യൂസ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദംസ് ആർ ടീനേജേഴ്സ്. Teenage is the time of stress and strain. To overcome their stress and strain, many youngsters abuse drugs. These drugs give them temporary pleasure, relieving their tension for some time. There are many reasons for drug abuse among the youth. അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, ലോട്ട് ഓഫ് മണി ഫ്രം പാരൻസ്, അതായത് ഒരുപാട് പാരൻസ് മക്കൾക്ക് വേണ്ടി ലാവിഷായി പണം ചെലവാക്കുന്നുണ്ട്, അതൊരു കാരണമാണ്. പിന്നെ ചില പാരൻസ് നേരെ ഓപ്പോസിറ്റ് ആണ്, നോട്ട് ഫൈൻ ടൈം ടു സ്പെൻഡ് വിത്ത് ദർ ചിൽഡ്രൻ, അതായത് കുറച്ച് സമയം മക്കളുടെ കൂടെ ചെലവാക്കുന്നില്ല. പിന്നത്തെ ഒരു റീസൺ എന്ന് വെച്ചാൽ അവരെല്ലാവരും ചെന്ന് പെടുന്ന അവരുടെ ഗ്രൂപ്പുകൾ, പിയർ ഗ്രൂപ്പുകളെല്ലാം വളരെ ബാഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നടക്കുന്നത് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല. പിന്നത്തെ ഒരു റീസൺ എന്താ? ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഓഫ് സോ കോൾഡ് ഗ്ലാമർ ബോയ് ആൻഡ് ഗേൾ ഫിലിംസ്, അല്ലേ? നമ്മൾ ഫിലിംസിലും ആഡുകളിലൊക്കെ കണ്ടുവരുന്ന ഗ്ലാമർ ഉള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗേൾസും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവരും യൂസ് ചെയ്യാണ്. പിന്നത്തെ റീസൺ ഈസി അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്. നമുക്ക് പറയാം, നമ്മുടെ ഓരോ വീടിൻ്റെ മുക്കിലും മൂലയിലും നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ തന്നെ ഈ ഒരു സംഭവം നല്ല രീതിയിൽ അവൈലബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് കിട്ടാൻ നല്ല എളുപ്പമാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക, കണക്റ്റഡ് ആയിട്ടുന്ന എല്ലാ ആൾക്കാരും, അതായത് നല്ല പവർ ഉള്ളപ്പോൾ ഏത് വെൽ നോൺ പേഴ്സൺസ് ആണെങ്കിലും ഇത് മറച്ചു വെക്കുകയാണ്. കറപ്ഷൻ ഇൻ എവ്രിവർ, നല്ല രീതിയിൽ നമുക്ക് കറപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഇത്രയും റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡ്രഗ്സിൻ്റെ ഒരു യൂസ് യൂത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ പറയുന്നത് സെൻഷ്യൽ ഡ്രഗ്സുകൾ. പിന്നീട് നമ്മൾ പാരഗ്രാഫിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഡ്രഗ് അഡിക്റ്റ് ആയ ആൾക്കാരുകൾ വരുമ്പോൾ ഡിപ്രഷൻ വരും, മെൻ്റൽ ഡിസ്പേഴ്സൺസ് വരും, പെരാനോയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ നമുക്ക് എത്തും. പിന്നെ മെൻ്റൽ ഇഷ്യൂസിന് പുറമെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും നമ്മൾ പുറം ലോകം തന്നെ കാണില്ല. ഇത് ആരുടെ, എൻ്റെ അമ്മയാണോ അച്ഛനാണോ ബ്രദറാണോ സിസ്റ്ററാണോ ഒന്നും നമുക്കപ്പോൾ തോന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു അവരെ കൊല്ലാൻ പോലും മടിയില്ലാതെ നമ്മൾ നടക്കുകയാണ് ചെയ്യുക. ദെൻ ബോഡീനെ എഫക്റ്റ് ചെയ്യും, അഡ്വേഴ്സ്ലി എഫക്റ്റ് ബോഡി. ഡേർട്ടി നീഡിൽ സൊല്യൂഷൻസ് ക്യാൻ കോസ് ലിവർ ഡിസീസസ്, വെനറൽ ഡിസീസസ്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്രെയിൻ ആൻഡ് ആംപത്തറ്റ്മേറ്റ്സ്, അതായത് ഒരുപാട് ടിഷ്യൂ, നോയ്സ്, പല രീതിയിൽ നമുക്ക് എഫക്റ്റബിൾ ആവും. ദെൻ ടൊബാക്കോ സ്മോക്കിംഗ് എല്ലാം നമുക്ക് ലങ് ഡിസീസസിനെ എഫക്റ്റ് ചെയ്യും. ബേബീസ് ഓഫ് വുമൺ ഹു ആർ അഡിക്റ്റഡ് ഡ്രഗ്സ് ആർ ലൈക്ലി ടു ബി ബോൺ വിത്ത് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഇപ്പോൾ ഒരുപാട് ലേഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് വരെ ഇത് യൂസ് ചെയ്യുമ്പോൾ അവരുടെ ബേബീസ് എന്താ പറയുക, ബോൺ ചെയ്യുന്നത് തന്നെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ ഡ്രഗ് അഡിക്റ്റ് നമുക്ക് ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് മൽന്യൂട്രീഷൻ, വെയിറ്റ് ലോസ്, ഒരുപാട് ഇഷ്യൂസാണ്. ഓവർഡോസ് ഓഫ് എനി ഡ്രഗ് കോസ് റെസ്പിറേറ്ററി കാർഡിയക് ഫെയിലിയർ ആൻഡ് ഡെത്ത്. അതായത് ഓവർ ഡോസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും തോറും അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യും തോറും നമ്മളെ റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ശ്വാസകോശ സംബന്ധമായതും അറ്റ് എ ടൈമിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. ഡ്രഗ് പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി ത്രൂ കോൺസെൻട്രേറ്റഡ് എഫേർട്സ് ഓഫ് പാരൻസ്, ടീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ലോ എൻഫോഴ്സിങ് ഏജൻസീസ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നല്ല. ഈ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കാനായിട്ട് പോലീസ്, ലോഫുൾ ഏജൻസീസ് ശ്രമിക്കാം. ഒപ്പം പിയർ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെ എഫക്റ്റുകൾ അവർക്ക് വരും നമ്മൾ ശ്രദ്ധിക്കാം. പാരൻസ്, ടീച്ചേഴ്സ്, സോഷ്യൽ സർവീസസ് ഉള്ള ആൾക്കാരെല്ലാവരും, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ, അമ്പലത്തിലുള്ള നമ്പൂതിരിമാരെ, ഇപ്പോൾ മുസ്ലിം മോസ്കുകളിലും ഒക്കെ ഉള്ള നമ്മുടെ ഉസ്താദുമാരെ, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇറങ്ങി അവയർനെസ് ക്ലാസ് കൊടുത്ത് പിന്നാലെ നടന്ന് ഇവരങ്ങനെ ഉപദേശിച്ച് നടന്നാൽ മാത്രമേ നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ദ പോലീസ് മസ്റ്റ് ബി എൻഷുർ ദാറ്റ് സെൻഷ്യൽ ഡ്രഗ്സ് ആർ നോട്ട് ഈസിലി അവൈലബിൾ. അതും കൂടിയും പോലീസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എഴുതണം. ദെൻ റീൽസ് ഓഫ് എംപവർമെൻറ്റ് സമ്മറി, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള സമ്മറി തന്നെ പഠിച്ചാൽ മതി. ക്രിസ്റ്റ്യൻ ലിഗാർഡ് 3 എല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ലേണിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിങ്, ലേബർ, അതുപോലെ തന്നെ നമുക്ക് സ്കിൽ, അതായത് ലേബർ, ലേണിങ്. ലേബർ എന്താണെന്ന് പറഞ്ഞിട്ട് ഏത് ഓപ്പർച്യൂണിറ്റി ബിക്കം സക്സീഡ്. അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ ലിഗാർഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറയുന്നുണ്ട്. ലേബർ എന്ന് പറയുമ്പോൾ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ നമുക്ക് ആ ക്രിസ്റ്റ്യൻ ലിഗാർഡ് പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം,
ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ അന്ന് നമുക്ക് ഡെലിവേർഡ് ചെയ്യാം. ഒരു സ്പീച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, all of you know today is the March 8th International Women's Day. All over the world the day is observed to ensure that women have an equal share in development activities എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് വുമൻസിൻ്റെ കംപ്ലീറ്റ് ദ ലൈഫ് ഓഫ് ഇന്ത്യൻ വുമൺ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ക്രിസ്ത്യൻ ലിഗാർഡിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാട്ടോ. ക്രിസ്ത്യൻ ലിഗാർഡ് ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ വേണ്ടി 3 Ls ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫസ്റ്റ് വുമൺ ക്രിസ്ത്യൻ ലിഗാർഡ് ആരാന്ന് എഴുതാം. ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. പിന്നെ ലേണിംഗ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഷീ ഓൾസോ സേസ് ലൈക്ക് ലേബർ, ലീഡർഷിപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിന്നീട് നമ്മുടെ നമുക്കറിയാവുന്ന കുറച്ച് വുമൻസിൻ്റെ അടുത്ത് കാണിക്കുക. ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, അവരെല്ലാം അവരുടെ റിസ്ക് എടുത്ത് അവരുടെ ഔട്ട്സൈഡിൽ നിന്ന് അവരുടെ ഇൻസൈഡ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഗെയിൻ ചെയ്യണം, എല്ലാവരും സക്സസ് ആവണം ലൈഫിൽ, ഈക്വൽ മെൻസ്, നമുക്ക് മെൻസിനൊപ്പം എത്തി നിൽക്കാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. സോ ഇതൊക്കെയാണ് നമുക്ക് 8 മാർക്കിന് മസ്റ്റായിട്ട് ചോദിക്കാവുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ക്ലാസ് ലിങ്കുകളും മിസ് താഴെ വിടുന്നുണ്ട്. അതായത് സമ്മറീസ്, നമ്മൾ കാറ്റ സ്കെച്ചുകളും അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കേണ്ട കംപ്ലീറ്റ് ഭാഗങ്ങളായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും വായിച്ച് കേട്ട് പഠിക്കാം. എഴുതി പഠിക്കാനൊന്നും പറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷിൽ വായിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക, നല്ല പോലെ യൂസ് ചെയ്യുക. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.